ഇപ്പം ഞാൻ ഇതിൽ പോകാന്ന് പറയുമ്പോൾ അവർ പറയും ലതീഫ് പോകാന്ന്, ഞാൻ ലതീഫ് പോകാന്ന് പറയുമ്പോൾ അവർ പറയും ഇതിൽ പോകാന്ന്. നിങ്ങളെ ഞാൻ കൺഫ്യൂസ് ആക്കുന്നില്ല. വണ്ടിയൊക്കെ ദാ സ്നോ വീണ് മൂടി കിടക്കുവാണ്. ആളിതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുന്നതാ. എൻ്റെ പൊന്നു മോനെ കണ്ടോ കണ്ടോ, തല ഇങ്ങനെ തട്ടും. അപ്പോൾ ഹൈറ്റ് ഉള്ളവർ ഇച്ചിരി ഇങ്ങനെ പയ്യെ കുരിഞ്ഞൊക്കെ വരിക. സജാദ് വെരി ഗുഡ് ബ്ലോഗർ. യെസ്, താങ്ക് യു സോ മച്ച്. പുള്ളിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, പുള്ളി എല്ലാത്തിലും കയറി ഇടപെടുത്തോട്ട്, പക്ഷെ പുള്ളിക്ക് കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. ഇച്ചിരി മുഖം വീർപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഉസ്ബെക്കിലാണെങ്കിൽ നല്ല ചിരിയും കയ്യിലേക്കാണ് ആൾക്കാർ. ഗൈസ് ബെൻസിൻ്റെ ബസ് ഗൈസ്. ഓ പൊളി. താജിക്കിസ്ഥാൻ ചില്ലറക്കാരനല്ലാതെ ഞാൻ പറഞ്ഞില്ലേ. ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ഒരു ഹോസ്റ്റലിലാണ് ഇപ്പോൾ ഉള്ളത്. തജിക്കിസ്ഥാനിലെ ദുഷാൻബേ എന്ന് പറയുന്ന സ്ഥലത്ത് ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഈ ദുഷാൻബേയിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ഒരു ഹോസ്റ്റൽ നമുക്ക് കിട്ടി, കുറച്ച് ചീപ്പായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ 2 ആൾക്കാരുണ്ട് കേട്ടോ. ഇവർ ഇന്നലെ നമ്മളായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. ഈ പുള്ളി ഓണറുടെ കൂട്ടുകാരനാണ്. അപ്പോൾ ഇവർ 2 നമ്മളായിട്ട് നല്ല കമ്പനിയായിരുന്നു. ഇന്നലെ രാത്രി ഫുള്ള് ഇങ്ങനെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ രാത്രി മുഴുവൻ നമ്മളിങ്ങനെ ഇരുന്ന്, എന്നിട്ട് പുള്ളിയുടെ കോമഡിയൊക്കെ ഉണ്ട്, അതിനെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ഇന്നലെ വന്ന വഴിയും ആ ഒരു വൈബും ഒക്കെ വേറെ ലെവലായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ കാണണം. ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡാണ്. കാരണം ടാക്സിയിൽ ജീവൻ മരണ പോരാട്ടമായിരുന്നു. കുജാന്ത് നിന്ന് ഈ ദുഷാൻബേ വരെയുള്ള ഒരു ടാക്സി യാത്ര. പക്ഷേ അതിമനോഹരവുമായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് ദുഷാൻബേയിലെ കാഴ്ചകളും ഇവിടെ അടുത്തുള്ള 1-2 വില്ലേജുകളുടെ കാഴ്ചകളൊക്കെ നമ്മൾ പുള്ളിക്കാരനുമായിട്ടാണ് പോകുന്നത്. പുള്ളിക്കാരൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു കേട്ടോ. We have to go together, right? We have to go together. No, one bus and one taxi. One bus, one taxi. ഓക്കെ. പുള്ളിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇവര് റഷ്യൻ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയത്തുള്ളൂ. അത് തന്നെ വലിയ ഭാഗ്യം. സാധാരണ ഇംഗ്ലീഷ് ഇത്ര അറിയാവുന്നവരെ പോലും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഹിസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവരുമായിട്ട് പോവാണ്. അതുകൂടാതെ നമുക്കൊരു ബാഗ് വാങ്ങിക്കണം. ഇത് നമ്മളെ മാൻഡ്രൈ കൂടി ഇരിപ്പുണ്ട്. ഇതിനെ ഒഴിവാക്കണം നമുക്കിത്. കാരണം എൻ്റെ തോളും വാരിയെല്ലാം ഒക്കെ ഒരു പരിവായിരിക്കുകയാണ്. ഹോസ്റ്റലിൻ്റെ മുന്നിലെ കാഴ്ച ഉണ്ട്. അത് എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. എൻ്റെ പൊന്നെ ഒരേ പുള്ളി. ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പക്ഷേ ഞാൻ ഇന്നലെ രാത്രി നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ മൊത്തം ടയേർഡായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ നമ്മൾ യാത്രയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ശരി നോക്കി, സ്നോ വീണ് മരങ്ങളും ഇവിടെ ചെറിയ പുല്ലുകളാണ് കേട്ടോ. അപ്പോൾ ആ പുല്ലുകളിൽ സ്നോ വീണ് കിടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്കി, ആ ഒരു ഷേപ്പിൽ കിടക്കുന്നുണ്ടോ. നമ്മളെ മറ്റേ ഈനാമ്പേച്ചി എന്ന് പറഞ്ഞൊരു സ്നാക്കുണ്ട്, അറിയാമോ? കൊല്ലത്ത് ഈനാമ്പേച്ചി എന്നാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഇതേ ഷേപ്പിലിരിക്കുന്ന ഒരു സ്നാക്കുണ്ട്, നമ്മളെ പക്കാവടയൊക്കെ പോലുള്ള കേട്ടോ. ആ ഒരു ഷേപ്പിലാണിത്. അടിപൊളിയല്ലേ? ഇപ്പോഴും ഇതേ സ്റ്റിൽ സ്നോഫോളാണ്. ഇതേ കണ്ടില്ലേ, അടിപൊളിയായിട്ട് നല്ല സ്നോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇത് ഈ ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. പക്ഷെ അടിപൊളി ഹോസ്റ്റലാണ് കേട്ടോ. നല്ല ഹോസ്റ്റലും നല്ല സാധനമൊക്കെയാണ് ആൾക്കാർ. ഇതേ നമ്മൾ അവിടുത്തെ ഓണർ കൂട്ടുകാരനായിട്ട് തന്നെയാണ് പോകുന്നത്. അവരിറങ്ങി എങ്ങനെ പോകുന്നതെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ എനിക്കിവിടെ വഴിയൊന്നും ഒരു പിടുത്തമില്ല. ഉസ്ബെക്കിസ്ഥാനിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് ഒട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവരുടെ കുറച്ച് കൂട്ടുകാരെ കണ്ട കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ദുഷാൻബേ മെയിൻ സിറ്റിയാണ്, സിറ്റി ഏരിയയാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു അകത്തേക്കുള്ളൊരു റോഡ് എടുത്തിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ഹോസ്റ്റലിൽ വരുന്നത്. വലിയ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ഉയർന്ന് വരുന്നുണ്ട്. ഇതൊക്കെ പണി നടക്കുന്ന ബിൽഡിങ്. ഇതിൻ്റെ അപ്പുറത്തെല്ലാം വലിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ആ സിറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. വേറെ ലെവലാണ് സിറ്റി. മൗണ്ടനാണ്, മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് തജിക്കിസ്ഥാൻ. ഏറ്റവും വലിയ മൗണ്ടൻസോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ തജിക്കിസ്ഥാനിലുണ്ട്. ലോകത്തിൽ തന്നെ ഹിമാലയം കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള മൗണ്ടൻസൊക്കെ തജിക്കിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല ഭാഗങ്ങളും മൗണ്ടൻ ഏരിയയും റോഡും ഒക്കെ മോശമാണ്. ബസ് സർവീസ് സിറ്റിയിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ. സജാദ് വെരി ഗുഡ് ബ്ലോഗർ. യെസ്, താങ്ക് യു സോ മച്ച്. പുള്ളി ചെറുതായിട്ടൊക്കെ പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാം കേട്ടോ. പക്ഷെ നല്ല കമ്പനിയാണ്, പാവപ്പെട്ട മനുഷ്യനാണ്. ഇവർ രണ്ടുപേരും നല്ല കമ്പനിയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ നമ്മുടെ ഇത്ര അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങനെ എവിടെ ഉസ്ബെക്കിസ്ഥാനിലാണെങ്കിലും എവിടെ ആരും നിന്നിട്ടില്ല. പക്ഷേ പുള്ളിക്കാർ രണ്ടുപേരും നല്ല കമ്പനിയാണ് കേട്ടോ. അവർക്ക് ഇന്ത്യൻസിനെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ഇഷ്ടമാണ്. അതേപോലെ ടാക്സിയുടെ കളിയാണ്. തജിക്കിസ്ഥാനിൽ വരുവാണെങ്കിൽ ഇവിടെ ചീപ്പാണോ എന്ന് ചോദിച്ചാൽ ചീപ്പാണ്. പല കാര്യങ്ങളും ചീപ്പായിട്ട് കിട്ടും, ഒക്കെ ശരിയാണ്. പക്ഷേ സ്ഥലങ്ങളിൽ എത്തിപ്പെടാനായിട്ട് നമ്മളതിന് നല്ല പൈസയാവും. കാരണം ഇവിടെ ഫുള്ള് മൗണ്ടൻസും ഇതേപോലെ സ്നോഫോൾ സമയത്തൊക്കെ ആണെങ്കിൽ വരുന്നതെങ്കിൽ അവർ ചോദിക്കുന്ന പൈസ നമുക്ക് കൊടുത്തേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്നോഫോൾ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ എൻജോയ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഫുള്ള് സ്നോഫോൾ തന്നെ, നടക്കുമ്പോഴും വണ്ടി പോകുമ്പോഴും ഒക്കെ സ്നോഫോളാണ് ഇപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണെങ്കിലും ഗുഡ് എക്സ്പീരിയൻസ് ആണ്, ഒരു രക്ഷയില്ല. ഇതേ കണ്ടില്ലേ, അതേ സ്ഥലമെത്തി. ഇവിടെ സിറ്റിയാണ്. ഇവിടുത്തെ ഓരോ ഷോപ്പുകളുടെ ലുക്ക് കണ്ടോ കേസ്. ഇതൊരു വലിയ ഫ്ലാറ്റാണ് കണ്ടോ. വലിയ ഫ്ലാറ്റിൻ്റെ താഴെയായിട്ട് നല്ല കിഡിലം ലുക്കിലാണ് അവർ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തേക്കുന്നത്. നോക്കിയേ, ഇതൊരു സെൻട്രൽ ഏഷ്യൻ രാജ്യമാണെങ്കിൽ പോലും കറക്റ്റ് ഇപ്പോൾ റഷ്യ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രീസൊക്കെ ഇല്ലേ, ആ ഒരു ലുക്കിലുള്ളൊരു രാജ്യമാണ് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിൽ പോലും ഞാൻ ഇത്ര ലുക്ക് കണ്ടിട്ടില്ല. അത് നോക്കിയേ, ഇവിടെ പ്രോപ്പർ റഷ്യൻ രീതിയാണ് ഇവിടെ ശരിക്കും. ഉസ്ബെക്കിൽ പിന്നെ അല്ല, അവർക്ക് അവരുടേതായ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവർക്കുണ്ട് ഇവരുടേതായ ലാംഗ്വേജൊക്കെ. പക്ഷേ എന്നിരുന്നാലും റഷ്യൻ അതേ രീതി എല്ലാം, അവർ റഷ്യൻ സംസാരിക്കുന്ന എല്ലാ റഷ്യൻ തന്നെയുള്ള ആൾക്കാർ. ഇത് ഈ എഴുതി വെച്ചേക്കുന്ന കടകളിലെ ബോർഡുകളാണെങ്കിലും എല്ലാം റഷ്യൻ ലാംഗ്വേജിൽ തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത സിറ്റിയാണ്. കിട്ടിലും കാഴ്ചകളാണ് ഗൈസ്. നിങ്ങൾ
അവിടെ നന്നായിട്ട് തെറ്റും കേട്ടോ ടൈൽസൊക്കെ. നമ്മൾ മറ്റേ വിൻ്റർ ഷൂസ് ഇല്ലെങ്കിൽ വണ്ടിയൊക്കെ ഇതാ സ്നോ വീണ് മൂടി കിടക്കുവാണ്. ആളിതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുക. എൻ്റെ പൊന്നു മോനെ കണ്ടോ, ഫുള്ള് സ്നോയാ മൂടി കിടക്കുവാണ്. ആയിവാ അടിപൊളിയല്ലേ രക്ഷയില്ല. എന്തായാലും നമ്മൾ ജാക്കറ്റ് വാങ്ങിച്ചാൽ നന്നായി. അപ്പോൾ നമുക്ക് ഇവർ പറഞ്ഞ ആ ഒരു സ്ഥലം ഒന്ന് എൻജോയ് ചെയ്യണം. പോവുക നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു മൗണ്ടൻ ഗ്രാമപ്രദേശത്തോട്ടാണ് പോണത് ഈ സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് എൻജോയ് ചെയ്യാം. ഏതാ അതേ കണ്ടില്ലേ, ഇതാണ് കാഴ്ച. ആയിവാ എന്തോരം ബിൽഡിങ്ങാണ് നോക്കി കഴിച്ച്. എല്ലാം ഒരേപോലത്തെ ബിൽഡിങ്ങുകൾ നോക്കിയേ, ഒരേപോലെ അടുക്കി വെച്ചേക്കുക. കണ്ടില്ലേ, ഹിൽട്ടൺ ഹോട്ടൽ ഉൾപ്പെടെ ഈ ബിൽഡിങ് എല്ലാം ഒരേ ലുക്കാണ്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. നോക്കിയേ എൻ്റെ പൊന്നു മോനെ, സൂപ്പർ സൂപ്പർ അടിപൊളി ലൊക്കേഷൻ. അതേ കടകളൊക്കെ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇവിടെ കട, ഇതൊരു കട, അടുത്തൊരു കട. കറക്റ്റ് യൂറോപ്പ്, സെൻട്രൽ ഏഷ്യൻ രാജ്യമാണെങ്കിലും കറക്റ്റ് ഒരു യൂറോപ്യൻ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തജിക്കിസ്ഥാനിൽ വരാം കേട്ടോ. ദുഷാൻബെ ഒരു ഉഗ്രൻ സിറ്റിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ സ്നോഫോളും കൂടി ആകുമ്പോഴത്തേക്കും ഇത്രയും വലിയൊരു മനോഹരമായ സിറ്റിയിൽ ഈ ഒരു സ്നോഫോൾ അടിപൊളിയല്ലേ ബ്രോ. വി ആർ ഗോയിങ് ബൈ ബസ് സ്റ്റേഷൻ. ആ ഓക്കെ, അതെ ബസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോണേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ്സിലാണ് പോണത്. പക്ഷേ ബസ് അവിടം വരെ പോവില്ല. ബസ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദിസ് വി ഹാവ് ടു ടേക്ക് ടാക്സി, റൈറ്റ്? ആഫ്റ്റർ ബസ് ടാക്സി, after bus and ടാക്സി, ഷെയർ ടാക്സി. പക്ഷേ ബസ് ഇവിടെ ഭയങ്കര പരിമിതികളിലൂടെ ഓടത്തുള്ളൂ കേട്ടോ. സിറ്റിയിൽ മാത്രമേ ഉള്ളൂ ബസ്സുകൾ, അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബസ്സും കാണാൻ സാധിക്കത്തില്ല. ടാക്സി തന്നെയാണ് ഇവിടെ മെയിൻ. അതുകൊണ്ട് നിങ്ങളിനി എന്തൊക്കെ എത്ര ചിലവ് ചുരുക്കണമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല കേട്ടോ. അത് ഈ സ്ഥലം അങ്ങനെയാണ്. Our electric bus made in Tajikistan. തജിക്കിസ്ഥാൻ, ഓക്കെ. തജിക്കിസ്ഥാനിൽ തന്നെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ബസ്സാണ് ഇവിടെ ഓടുന്നതെന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും അടുത്ത കൺട്രി നമ്മൾ കസാക്കിസ്ഥാനിലാണ് പോകുന്നത്. ഞാൻ കിർഗിസ്ഥാൻ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കിർഗിസ്ഥാനിൽ നമുക്ക് ബൈ റോഡ് പോകാൻ പറ്റില്ല, ഫ്ലൈറ്റിൽ മാത്രമേ പോകാൻ പറ്റൂ, റൈറ്റ്? കിർഗിസ്ഥാൻ ഓൺലി ഫ്ലൈറ്റ്, നോ ബൈ റോഡ്. But it's close. No. പുള്ളിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. പുള്ളി എല്ലാത്തിലും കയറി ഇടപെടുന്നുണ്ട്, പക്ഷെ പുള്ളിക്ക് കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതാണ് ദുഷാൻബെ ബസ് സ്റ്റേഷൻ. എൻ്റെ പൊന്നു മക്കളെ നോക്കിയേ, എന്ത് കിടിലമായിട്ടല്ലേ ഒരു ബസ് സ്റ്റേഷനൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അടിപൊളി അല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ഒരു ബസ് സ്റ്റേഷനാണ്, നല്ല റൂഫൊക്കെ ഉള്ള കിടിലം ബസ് സ്റ്റേഷൻ. ഇതാണ് ബസ് സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ച. വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നല്ല തിരക്കാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ടാക്സി. നമ്മൾ ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം ഈ ടാക്സിയിലാണ് കേട്ടോ റൂമിൽ പോയത്. ഇത് മീറ്ററിൽ ഓടുന്ന ടാക്സിയാണ്, മഞ്ഞ കളറിലുള്ള ടാക്സി. അത് മീറ്ററിലാണ്. അത് മിനിമം ചാർജ് 10 തജിക്കിസ്ഥാൻ മണിയാണ്, 10 രൂപ തജിക്കിസ്ഥാൻ മണി. പിന്നെ കിലോമീറ്റർ അനുസരിച്ചിട്ടാണ് ചാർജ് വരുന്നത് കേട്ടോ. അതേ ഒരു ബസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പോകാനുള്ള ബസ്സല്ല, ഇത് വേറൊരു ബസ്സാണ്. ഈ സിറ്റി ഭയങ്കര ഡെവലപ്ഡ് ആണ് കേട്ടോ ഗൈസ്. അടിപൊളി ഒരു സിറ്റിയാണ്. സിറ്റി അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആണ്. ഓക്കെ. കസാക്കിസ്ഥാൻ രാജ്യം ബസ് വാങ്ങുന്നത് തജിക്കിസ്ഥാനിൽ നിന്നാണെന്നാണ് പറയുന്നത്. കസാക്കിസ്ഥാൻ ബൈ ബസ് ഫ്രം തജിക്കിസ്ഥാൻ. ഓക്കെ. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ബസ്സിൻ്റെ എന്താ പറയുക മാനുഫാക്ചറിങ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയാം, മനസ്സിലായില്ലേ? അത് ഇവിടെ നിന്ന് ഉണ്ടാക്കി കസാക്കിസ്ഥാനിലോട്ട് അവർ രാജ്യത്തിന് ആവശ്യമായിട്ട് ഇവിടുന്ന് അവരെടുക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. ലേഡിയാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്ന വണ്ടി. അടിപൊളിയല്ലേ നോക്കിയത്. ഇതാണ് ഇലക്ട്രിക് ബസ്. അപ്പോൾ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത്. ഈ സ്വന്തം ഇവരെ രാജ്യത്തിൻ്റെ പേരിൽ അവകാശപ്പെട്ട ബസ് തന്നെയാണ് ഇത്. പുറത്തുനിന്നൊന്നും ഇമ്പോർട്ട് ചെയ്യുന്നതല്ല കേട്ടോ. ഒരു ഡബിൾ ഡക്കർ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. വിച്ച് ബസ്? ദിസ് വൺ? ഓക്കെ. ഈ ഡബിൾ ഡക്കർ ബസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. വേറെ ഓക്കെ. നല്ല തിരക്കാണ്. ഇത് മുകളിലും താഴെയും ആളിരിക്കുന്ന ഒരു ഡബിൾ ഡക്കർ ബസ്സാണ് ഗൈസ്. അപ്പോൾ നമുക്കിതിൽ പോകാം. ദിസ് ബസ് മെയ്ഡ് തജിക്കിസ്ഥാൻ. ഓക്കെ. തജിക്കിസ്ഥാൻ നമ്മൾ ഉദ്ദേശിച്ചല്ല ഗൈസ്, ഒരു സംഭവമാണ് കേട്ടോ. നല്ല തിരക്കാണ്. എന്തായാലും നമുക്ക് ബസ്സിലേക്ക് കയറാം. പൈസ ആദ്യമേ കൊടുക്കണമെന്ന് തോന്നുന്നു ഗൈസ്. ബ്രോ ഹൗ മച്ച്? Okay, I'm paid. യു പേ. പുള്ളി കൊടുക്കാന്ന് കേട്ടോ. അതെന്തായാലും കാര്യമായി, ചില്ലറ ഇല്ലായിരുന്നു ഗൈസ്. നമ്മൾ ബസ്സിലേക്ക് കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. കയറുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ദുബായിലെ സെറ്റപ്പാണ്. ദുബായിൽ ഇങ്ങനെയാണ്. ഹായ്. അപ്പോൾ ഇതിപ്പോൾ താഴെയാണ് കേട്ടോ ബസ്സിൻ്റെ. ഇതിൽ നമുക്ക് മുകളിൽ കയറാനുള്ള ഓപ്ഷൻ ഉണ്ട് ബസ്സിൽ. പക്ഷെ നമ്മൾ മുകളിൽ കയറുന്നില്ല. അതെ, മുകളിൽ വേറെ ആൾക്കാർ കയറുന്നുണ്ട്. ഓക്കെ, മുകളിൽ കയറുന്നുണ്ട്. അടിപൊളി. അത്യാവശ്യം ഫുൾ. നമ്മളെ തല തട്ടും കേട്ടോ. അതെ കണ്ടോ, തല ഇങ്ങനെ തട്ടും. അപ്പോൾ ഹൈറ്റ് ഉള്ളവർ ഇച്ചിരി ഇങ്ങനെ പയ്യെ കുരിഞ്ഞൊക്കെ വരിക. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അവർ രണ്ടും ഒരാൾ ഇവിടെ, ഇത് നമ്മളിവിടെ ഇരുന്ന് നോക്കാം.
നല്ല ആൾക്കാരാണ് കേട്ടോ അതിനകത്ത് ഫുള്ള് നിറച്ച ആൾക്കാരാണ്. ഹായ് ബ്രോ ആൾക്കാരാണ്. ഇച്ചിരി മുഖം വീർപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഉസ്ബെക്കിലാണെങ്കിൽ നല്ല ചിരിയും കയ്യിലേക്കാണ് ആൾക്കാർ. ഹലോ ബ്രോ. എല്ലാവർക്കും എന്ത് വിഷമമാണ് കേട്ടോ. എന്താണെന്ന് അറിയാൻ വയ്യ. സ്നോഫോൾ ആയതിൻ്റെ വിഷമമാണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് വിഷമമുണ്ട് ഗൈസ്. ഏത് നാടായാലും എന്താ ഈ ഒരു കാര്യത്തിൽ എല്ലാ നാട്ടിലും ഈ ഒരു പരിപാടി ഉണ്ടെന്നുള്ളതാണ്. ഒരു ചെറുക്കൻ്റെ പേര് ഒരു പെണ്ണിൻ്റെ പേര് ഈസിക്കൽ ടു ലവ്. എന്തല്ലേ ഇവിടെയും ബസ്സുകളിലും മതിലുകളിലും ഒക്കെ ഇതേപോലെ കാണാറുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ ട്രെയിനുകളിലൊക്കെ പണ്ട് എഴുതി വയ്ക്കത്തില്ലേ ബസ്സിൽ കാണുന്നിടത്തൊക്കെ. ഇവിടെ ഒരുപാടുണ്ട് കണ്ടില്ലേ. അതിൻ്റെ താഴെ അടുത്ത ലവും ടീമും പിന്നെ വീണ്ടും അടുത്ത ലവേഴ്സ് കണ്ടില്ലേ. ഒരുപാട് ലവേഴ്സ് ഉണ്ട് ഇവിടെ കേട്ടോ. എന്തല്ലേ നമ്മുടെ ബസ് കാലിയായി കണ്ടില്ലേ. ഞാനും നമ്മുടെ ടീമുകളേ ഉള്ളൂ, 2 പേരേ ഉള്ളൂ. ബസ് ഫുള്ള് കാലിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേഷൻ അല്ല ലാസ്റ്റ് സ്റ്റോപ്പാണ്. ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടാണ് ടാക്സി പോകേണ്ടതാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. ബസ് കാലിയായിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി. എന്ത് മനോഹരമായ ലൊക്കേഷനാണിത്. ഈ ലൊക്കേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിച്ചു. ഞാൻ സ്നോയല്ല പറയുന്നത്, കാരണം ഈ സ്നോഫോളും അതിൻ്റെ കൂടെ ഈ ബിൽഡിങ്ങുകളും. കാരണം ഇത് യൂറോപ്പും അമേരിക്കയൊന്നും അല്ലല്ലോ കഴിച്ചു. കണ്ടില്ലേ അടിപൊളി. ആഹാ അങ്ങോട്ട് അല്ലെങ്കിൽ സീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ അടുത്ത ബസ് ഇതേ. വണ്ടികളൊക്കെ പാഞ്ഞു പോവാണ് കേട്ടോ. ദ ലൊക്കേഷൻ വാസ് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് വെരി ബ്യൂട്ടി. നമ്മളിനി അടുത്ത ടാക്സി പിടിക്കണം ഇവിടുന്ന്. ദ പ്ലേസ് നെയിം ഹിസാർ. This place direction ഹിസാർ നെക്സ്റ്റ് ടാക്സി ഓക്കെ സോറി. ഹിസാർ No, I'm not smoker. I'm a non-smoker. പുള്ളി പറയുന്നത് നീ ക്യാപ്പ് ഇടണ്ട, നിന്റെ ഹെയർ അടിപൊളിയായിട്ട് ഇട്ടെന്ന് കേട്ടോ. അതിൻ്റെ അവിടെ ഞാൻ ബട്ട് നാളെ ഞാൻ കട്ടില്ലാവും. അതാണ് പ്രശ്നം. കാരണം നല്ല സ്നോഫോൾ ഉണ്ട്, നല്ല രീതിയിൽ പണിയടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുടിയൊന്നും നോക്കിയിട്ട് നടക്കരുത്. മാക്സിമം തലയും മുഖമൊക്കെ മറച്ച് നടക്കുക, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല സ്നോഫോളാണ്. Thank you Russian. What? Thank you. Russian. Spasibo. സ്പാസിബോ എന്നാണ് കേട്ടോ റഷ്യൻ്റെ താങ്ക് യു എന്ന് പറയുന്നത്. ഹിസോർ. ഓക്കെ ഹിസോർ എന്നാണ് അത് റഷ്യയിൽ എഴുതി വെച്ചേക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഹിസോറിൽ പോണ മൈക്രോ ബസ്സാണ് ഗൈസ്. ബെൻസിൻ്റെ ബസ് ഗൈസ്. പൊളി. താജിക്കിസ്ഥാൻ ചില്ലറക്കാരനല്ലാതെ ഞാൻ പറഞ്ഞില്ലേ. ബെൻസിന്റെ ബസ്സാണ്. ഇറ്റ്സ് ബെൻസ് For microbus by Hisor, 5 somoni. 10 somoni. $1. Okay. And by taxi, $1. $1 for 3 people. This 1 people 5 somoni. മൈക്രോ ബസ്സിൽ പോകുകയാണെങ്കിൽ ഒരാൾക്ക് 5 സോമോണി കൊടുക്കണം. ടാക്സിയിലാണെങ്കിൽ ഒരാളായിട്ട് വരുവാണെങ്കിലും ബസ്സിൽ പോകുന്ന ലാഭം. അല്ല നിങ്ങൾ 3-4 പേരായിട്ട് വരുന്നെങ്കിൽ ടാക്സി പോകുന്ന ലാഭം 10 രൂപ. But this microbus Mercedes. Yeah, it's Mercedes Benz. Very good. Yeah. Guys, ഇതെന്നെ അതിശയപ്പെടുത്തി കേട്ടോ. അതെ ബെൻസിന്റെ ബസ്സാണ് കേട്ടോ. ഇവരിവിടെ ലാറ്റിനിട്ട് അടിച്ചോണ്ടിരിക്കുന്ന പൊളി. 15 മിനിറ്റ് എടുക്കും ബസ് പോകാനായിട്ട്. അവരാകുമ്പോൾ അവരെ ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ വലിയ വള്ളിയില്ല ടാക്സിക്കാർ. ഇപ്പം ഞാനിവിടെ ഒറ്റയ്ക്ക് വരാണെങ്കിൽ ഇമാർ എന്നെ 50-100 പറഞ്ഞു ഇവിടുത്തെ പണി. ഇതിപ്പോൾ 10 രൂപ ഉള്ളൂ കേട്ടോ ടാക്സി പോയി ഇവിടുത്തെ. What happened? He found 1 people. Okay. They are going by taxi to us. Yeah. So we are 3 and 1 more person need, right? No. He said I find 1 people. Okay. And you 3, 4 people, 1 equipage and go. അതന്നെ ഞാൻ പറഞ്ഞ 4 പേരാവണം. ടാക്സിയിലാണെങ്കിൽ 4 പേരാവണം. Quickly, because ടാക്സി ക്വിക്ലി. ഒരാൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ടാക്സി. നമ്മൾ 3 പേരുണ്ട്, ഒരാളും കൂടി ഉണ്ടെങ്കിൽ ടാക്സി പോവാം. ബസ്സിലാണെങ്കിൽ അത്രയും ബസ് മൊത്തം ഫുള്ളാവണം, എന്നാലേ പോകാൻ പറ്റും. അതുകൊണ്ടായിരിക്കും. എന്തായാലും ഏതിലാണോ ഫുള്ളാവുന്ന അതിൽ പോവാം. ഇപ്പം ഞാൻ ഇതിൽ പോകാമെന്ന് പറയുമ്പോൾ അവർ പറയില്ല അതിൽ പോകാമെന്ന്. ഞാൻ അതിൽ പോകാന്ന് പറയുമ്പോൾ അവർ പറയും ഇതിൽ പോകാം. നിങ്ങളെ ഞാൻ കൺഫ്യൂസ് ആക്കുന്നില്ല. ഏതാണോ സെറ്റാവുന്നത് അതിലേക്ക് പോവുക. ഹായ് ഒരു മൈൻഡും ഇല്ല കേട്ടോ ഇവിടെ ആൾക്കാർ. ഉസ്ബെക്കിസ്ഥാനികളും അല്ല സ്നേഹമുള്ളവർ. എന്നുവെച്ചാൽ ഈ പുറത്തിറങ്ങുമ്പോൾ ഡ്രൈവർമാരും അങ്ങനെയൊക്കെ ഉള്ളൊരു സഹകരണം. യൂട്യൂബ് ആൾക്കാർക്ക് ഒരു ചിരി വരുന്നില്ല മുഖത്തെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കണം അവരെ. ഓക്കെ അതേ ഒരു ടാക്സി റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ പോവാണ് കേട്ടോ.
അതെ ഈ വണ്ടിയാണ് കേട്ടോ. ഇതുപോലൊരു വണ്ടിയിലാണ് ഇന്നലെ നമ്മൾ കുജാന്ത് നിന്ന് ഇവിടം വരെ വന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു വണ്ടിയിൽ ഞാൻ പോണം. ബ്രോ ഞാൻ ഫ്രണ്ട് ഇരിക്കട്ടെ എന്ന് ചോദിക്കട്ടെ ബ്രോ. ടേക്ക് വീഡിയോ. ഓക്കെ താങ്ക് യു. സ്പസിബ. വാട്ട് ഈസ് താങ്ക് യു? സ്പസിബ. ഞാനേ ഇന്നലെ കുജാന്ത് വന്നപ്പോഴും നമുക്ക് ഫ്രണ്ട് ഇരിക്കാൻ പറ്റില്ല. റഹ്മത്ത് ഓക്കെ താജിക്കിസ്ഥാൻ ഉസ്ബക്ക് റഹ്മത്ത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ സീറ്റ് കിട്ടി. അപ്പോൾ വീഡിയോ എടുക്കാമല്ലോ നമുക്ക് പോകുന്നതിൻ്റെ. ഇന്നലെ നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. അപ്പം ഫ്രണ്ടിൽ കയറി. അല്ലാഹുവേ ഈ തൊപ്പി എടുക്കണ്ടായിരുന്നു വെറുതെ. വണ്ടി എടുത്ത് പുള്ളി. ഇവിടുത്തെ ഡ്രൈവർമാർക്ക് വേറെ ലെവലാണ് കേട്ടോ. ഞാൻ ഇന്നലെ വന്ന വണ്ടി എന്താ വരവാ വണ്ടി. എൻ്റെ പൊന്നെ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോണ്ടല്ലേ ചങ്കിടിയോ അമ്മാതിരി പോക്കും. പക്ഷേ കാഴ്ചകൾ ഒരു രക്ഷയില്ല. പിന്നെ രാത്രി ആയപ്പോൾ നോക്കിയേ എന്താ ആംബിയൻസ് അല്ലേ. എനിക്ക് സ്ഥലം എന്തോരം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് സ്നോഫോളും കൂടി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്ലേസ്. നമ്മളിപ്പോൾ നാട്ടിൽ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ കാശ്മീരിലൊക്കെ സ്നോഫോൾ കാണാറുണ്ട്. ഇല്ലെന്നല്ല, കാശ്മീർ മണാലിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഇതേപോലൊരു സിറ്റി, പിന്നെ ഇവിടെ ഭയങ്കര മാറ്റമാണ്. കാശ്മീരുമായിട്ടൊരു ബന്ധമില്ല. ഭയങ്കര രസമാണ് ബിൽഡിങ്ങുകൾ. നിങ്ങൾ കണ്ടില്ലേ? അതാണ് എന്നെ കൂടുതൽ കോരിത്തെരിപ്പിക്കുന്നത്. സോ ഗുഡ്. നമുക്ക് ആദ്യമേ തജിക്കിസ്ഥാനിലോട്ട് കയറിയപ്പോൾ നമുക്ക് ഭയങ്കര നെഗറ്റീവായിരുന്നു. തജിക്കിസ്ഥാൻ എന്താ ഇത്, എത്ര പൈസ ചിലവാകുന്നു. കുജാന്ത് വഴി വന്നപ്പോൾ ടാക്സി, അവിടെ എക്സ്പെൻസീവ് ഹോട്ടൽ, അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ടെൻഷനും എനിക്കങ്ങ് ഒരുമാതിരി വെറുപ്പ് പോലെയായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ദുഷാംബയിലേക്ക് എത്തിയപ്പോഴത്തേക്കും പൈസ ചിലവായെങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് വിസ എടുത്തത് തന്നെ ഞാൻ എക്സ്ട്രാ പെർമിറ്റ് ഇട്ടൊക്കെ എടുത്തേ വിസ എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എക്സ്ട്രാ പൈസ ചിലവായെങ്കിൽ പോലും എനിക്കതിൽ യാതൊരു വിധമായ കുറ്റബോധവും ഇല്ല ഇപ്പോൾ എനിക്ക്. കാരണം ഈ സ്ഥലത്ത് വന്നത് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇവരുമായിട്ട് പോകുന്നത് വരുന്നത്, ഈ സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേസ്. അടിപൊളിയാണ് കേട്ടോ. അമേസിങ്. അണ്ണൻ പറഞ്ഞ പോലെ അമേസിങ്. ഇറ്റ്സ് അമേസിങ് ഗൈസ്. ഡ്രൈവർ അണ്ണൻ ചോദിക്കുകയാണ് എന്താണ് ഇവൻ ഈ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വായിൽ ഇങ്ങനെ പറപടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ബാക്കിലെ പങ്കികൾ പറയുകയാണ് അവർ വ്ളോഗറാണ് ഹിന്ദുസ്ഥാനിൽ എന്നുള്ളത് കേട്ടോ. എന്നിട്ട് അവരെന്തോ എന്നെ പറഞ്ഞ് ചിരിക്കുകയാണ്. എന്നെ പറഞ്ഞാൽ അവരെന്തെങ്കിലും പറഞ്ഞിരിക്കണം. യെസ് വ്ളോഗർ, യൂട്യൂബ് വ്ളോഗർ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ തജിക്കിസ്ഥാൻ വിസ എടുക്കാനുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. വിസ എടുക്കുന്ന വലിയ പാടൊന്നുമില്ല. തജിക്കിസ്ഥാൻ്റെ തന്നെ വിസ ആപ്ലിക്കേഷനിൽ കയറി അവർ ഈ വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, അതേപോലെ തജിക്കിസ്ഥാനിൽ വിസ എടുക്കുമ്പോൾ നിങ്ങൾ GBAO പെർമിറ്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. അത് എനേബിൾ ആക്കേണ്ട കാര്യമില്ല. അത് എനേബിൾ ആക്കി $50 കൊടുക്കണം. അത് എനേബിൾ ആക്കിയില്ലെങ്കിൽ $20. അത് എനേബിൾ ആക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പമീർ എന്ന് പറഞ്ഞ ഹൈവേ ഉണ്ട്. തജിക്കിസ്ഥാനിലെ ഫേമസ് പ്ലേസ് ആണ്. പമീറിൽ പോകുന്നെങ്കിൽ മാത്രം അത് എനേബിൾ ആക്കിയാൽ മതി. പമീറിൽ പോകാനാണ് ആ പെർമിറ്റ് വേണ്ടത്. പക്ഷേ പമീറിൽ പോകുന്നത് ഡാം എക്സ്പെൻസീവ് ആണ്. ഒട്ടുക്കത്തെ പൈസയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ആ വഴിയെ നോക്കുന്നില്ല. ഞാൻ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ വെറുതെ GBAO പെർമിറ്റ് ഇട്ട് ഞാൻ വിസ എടുത്തു. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും GBAO പെർമിറ്റ് ഇടരുത്. നോർമൽ രീതിയിൽ ആ ടിക്കറ്റ് അതങ്ങ് എടുത്താൽ മതി. നിങ്ങൾക്ക് ആ ഇൻ്റർഫേസ് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ വിസ എടുക്കുന്ന സമയത്ത് പാസ്പോർട്ട് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഒരു ലെറ്ററും കൂടി വേർഡിൽ ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അഡീഷണൽ ഡോക്യുമെൻറ്റിൽ. എങ്കിലേ പെട്ടെന്ന് അപ്രൂവ് ആക്കി തരത്തുള്ളൂ. പിന്നെ ഒരു ബുക്കിംഗ്, എന്തെങ്കിലും ഒരു ഉടായ്പ് ഹോട്ടൽ ബുക്കിംഗും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. സിമ്പിളായിട്ട് തജിക്കിസ്ഥാൻ വിസ കിട്ടും. പിന്നെ നിങ്ങൾ ഉസ്ബക്കിൽ വരുവാണെങ്കിൽ എന്തായാലും തജിക്കിസ്ഥാനിലൂടെ കയറിക്കും. കാരണം ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. അപ്പോൾ ഓക്കെ ബ്രോ, ദിസ് ഈസ് ക്ലോസ്ഡ് not open? Close. Yeah, only preparation for свадьба. Чебоша. For wedding. വെഡിങ്. ഓക്കെ. ഇതൊരു ഓഡിറ്റോറിയം പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഓക്കെ, Very famous restaurant in city Hisor. ഇതിപ്പോൾ ക്ലോസ് ആണ്. അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ കണ്ടിട്ട് റെസ്റ്റോറൻറ്റ് അല്ല, ഇത് ഓഡിറ്റോറിയം ആണെന്ന് തോന്നുന്നു. നോക്കി ഒരു ഇൻഡോർ സ്റ്റേഡിയം പോലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് കണ്ടത് ഇവിടെ ഫുള്ള് സ്നോ ആണ്. ഇത് ഈ ഭാഗത്ത് നോക്കിക്കോ. ഇവിടെ ഒന്നും യാതൊരു സംഭവം ഇല്ല. ഇവിടെ വെരി like watermelon. Very big watermelon. In the world. ഓക്കെ കറക്റ്റാണ് കേട്ടോ. തണ്ണിമത്തം പോലെ ഇരിക്കുകയാണ്. നമ്മൾ ആ വത്തക്കയൊക്കെ പോലെ ഇരിക്കുകയാണെന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. അടിപൊളി കേട്ടോ. കിടിലം സ്പോട്ടാണ്. ഇതേ നോക്കിയതേ ഇവിടെ ഫുള്ള് സ്നോഫോള് നിറഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരു ഗ്രൗണ്ട് പോലൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ സ്നോ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഭംഗി. അതിൻ്റെ സെൻട്രലായിട്ടാണ് ഇതേ ഈ ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് എന്ത് വേണമെങ്കിലും പറയാം. ഇത് കണ്ടില്ല, അപ്പുറം ഇപ്പുറം എല്ലാം അതേപോലെയാണ്. വേറെ ലെവൽ കാഴ്ചയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അടിപൊളി കാഴ്ചയാണ്. ഇതേ കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നമ്മളുടെ ഹിസോർ എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക ഒരു സ്ഥലത്തെത്തി. ഹിസോർ സിറ്റിയാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ടാക്സിയിൽ വന്നത് ഇവിടെ ഇറങ്ങി. ഏകദേശം ഇതാണ് ഒരു ഹിസോർ സിറ്റി. അപ്പോൾ ഇവർക്ക് ഇവിടെ എന്തോ വർക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവർ എൻ്റെ കൂടെ വന്നത്. അപ്പോൾ അതെനിക്ക് നന്നായി. കാരണം അവരുടെ കൂടെ വന്നുകൊണ്ട് നമുക്ക് വലിയ ടാക്സിക്കാരൊന്നും ഊറ്റൊന്നും വാങ്ങാതെ നമുക്ക് നൈസിന് എന്തായാലും വരാൻ പറ്റി. അല്ലെങ്കിൽ ടാക്സിക്കാരെ നമ്മളെ തേച്ചൊട്ടിച്ചേനെ. അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റി.
ഇനിയിപ്പോൾ അവർക്ക് എന്തോ വർക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് അവർ ജോയിൻ ചെയ്യാം. ഇവിടെ ഒരു ഹിസ്റ്റോറിക് പ്ലേസ് ഉണ്ട് ഈ പറയുന്ന ഹിസ്റ്റോർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. This local food. ലോക്കൽ ഫുഡ്. This trading center. ട്രേഡിംഗ് സെന്റർ. Trading center. ഓക്കെ. Store. ഓ ഷർട്ട് പാൻറ് ലൈക്ക് ക്ലോത്ത് ഷോപ്പ്. Yes. ഓക്കെ. This vegetables. This is vegetable. That's I know. This is vegetable. അതാർക്കും അറിയാത്ത എൻ്റെ പൊന്നു പോലെ. അപ്പോൾ അവിടെ ഗ്രില്ല് ചിക്കൻ ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. Hot bread. ഹാർട്ട് ബ്രെഡ്. ഓക്കെ. ഇവിടുത്തെ നാൻ അത് സെൻട്രൽ ഏഷ്യയിലെ സാധനമാണ് ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ATM കാർഡ് വെച്ചിട്ട് നമുക്ക് ഡോളർ വിഡ്രോ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ കാർഡാണെങ്കിലും നമ്മുടെ ഇപ്പോൾ ദുബായ് കാർഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഇന്നലെ ചെയ്തപ്പോൾ ഒരു ഓപ്ഷൻ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോളറും എടുക്കാം, അതുപോലെ ഇവിടുത്തെ മണി എടുക്കാം. ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. അതുകൊണ്ട് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിലും വലിയ പ്രശ്നമില്ല. ഡോളർ മാറാതെ വന്നാലും ഇവിടെ ബാങ്കുകളിൽ നിന്ന് ഡോളർ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. മിക്ക ആൾക്കാർ ചീത്ത വിളിക്കും, കാരണം റോഡിന്റെ സെന്ററിൽ ഇത് റൗണ്ട് അബൌട്ടാണ്. റൗണ്ട് അബൌട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഡാവ്. ഇച്ചിരി കിളി പറഞ്ഞൊരു ഡാവാണ് ഈ നടുക്ക് പോണത് കേട്ടോ.